എല്ലാവർക്കും നമസ്കാരം. ഇലക്ട്രീഷ്യൻ ട്രേഡിന്റെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ CRO ഉപയോഗിച്ച് റെക്ടിഫയറിന്റെ വോൾട്ടേജിനും കറണ്ടിനുമായി വേവ് ഷേപ്സ് സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും പ്രദർശിപ്പിക്കുന്നതിനെക്കുറിച്ചും നമുക്ക് പഠിക്കാം. ഈ സെഷന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിക്കാനും RC ഫിൽറ്റർ ഉപയോഗിച്ചും അല്ലാതെയും ഔട്ട്പുട്ട് വേവ് ഫോംസ് പരിശോധിക്കുവാനും റിപ്പിൾ ഫാക്ടർ കണക്കാക്കുവാനും കഴിയും. ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ എങ്ങനെ നിർമ്മിക്കാമെന്ന് ഇപ്പോൾ നമുക്ക് പഠിക്കാം. ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് ആവശ്യമായ ഘടകങ്ങളും ഉപകരണങ്ങളും ശേഖരിക്കേണ്ടത് പ്രധാനമാണ്. ഇതിനായി ആവശ്യമായ ഘടകങ്ങളും ഉപകരണങ്ങളും ഇവയൊക്കെയാണ്: ബ്രിഡ്ജ് റെക്ടിഫയർ കിറ്റ് ഒരെണ്ണം, ഓസിലോസ്കോപ്പ് 20 MHz ഡ്യുവൽ ട്രേസ് ഒരെണ്ണം, വോൾട്ട് മീറ്റർ MC 0 to 30 വോൾട്ട് ഒരെണ്ണം, മൾട്ടിമീറ്റർ ഒരെണ്ണം, ഫംഗ്ഷൻ ജനറേറ്റർ ഒരെണ്ണം, ഡയോഡ് 1N4007 4 റെസിസ്റ്റർ 470 ഓം ഒരെണ്ണം, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ 10 മൈക്രോഫറാഡ് 25 വോൾട്ട് ഒരെണ്ണം, റെസിസ്റ്റർ 1 കിലോ ഓം 1 വാട്ട് ഒരെണ്ണം, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ 240 വോൾട്ട് to 24 വോൾട്ട്, മൾട്ടി സ്ട്രാൻഡ് വയർ റെഡ് ബ്ലൂ, ബേസ് ബോർഡ് ഒരെണ്ണം, സോൾഡറിംഗ് അയൺ 25 വാട്ട് 240 വോൾട്ട് ഒരെണ്ണം, റെസിൻ കോർ സോൾഡർ 60/40 ആവശ്യാനുസരണം, കണക്റ്റിംഗ് വയേഴ്സ് ആവശ്യാനുസരണം. പരീക്ഷണത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ പ്രവർത്തനം മനസ്സിലാക്കാം. ബ്രിഡ്ജ് റെക്ടിഫയർ ഒരു തരം ഫുൾ വേവ് റെക്ടിഫയർ ആണ്. അത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് AC ഡയറക്റ്റ് കറന്റ് DC പരിവർത്തനം ചെയ്യുന്നു. ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ബ്രിഡ്ജ് കോൺഫിഗറേഷനിൽ ക്രമീകരിച്ചിരിക്കുന്ന 4 ഡയോഡുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇൻപുട്ട് AC വോൾട്ടേജിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡുകൾ D1, D3 എന്നിവ ഫോർവേഡ് ബയസ്ഡ് ആണ്. കൂടാതെ കറന്റ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം D2, D4 എന്നിവ റിവേഴ്സ് ബയസ്ഡ് ആയതിനാൽ കണ്ടക്ഷൻ നടക്കുന്നില്ല. തൽഫലമായി പോസിറ്റീവ് ടെർമിനൽ 1ൽ നിന്ന് D1 ലോഡ് റെസിസ്റ്റർ R, D3 എന്നിവയിലൂടെ കറണ്ട് ഒഴുകുകയും കൂടാതെ നെഗറ്റീവ് ടെർമിനൽ 2ലേക്ക് തിരികെ പോകുകയും ചെയ്യുന്നു. ഇൻപുട്ട് AC വോൾട്ടേജിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ടെർമിനലുകൾ 1, 2 എന്നിവയിലെ വോൾട്ടേജിന്റെ പൊളാരിറ്റി റിവേഴ്സ് ആയി മാറുന്നു. D4, D2 എന്നിവ ഫോർവേഡ് ബയസ് ആയി മാറുന്നു. അതേസമയം D1, D3 എന്നിവ റിവേഴ്സ് ബയസ് ആയി മാറുന്നു. തൽഫലമായി കറന്റ് ടെർമിനൽ 2ൽ നിന്നും D4 ലോഡ് റെസിസ്റ്റർ R, D2 എന്നിവയിലൂടെയും ടെർമിനൽ 1ലേക്ക് തിരികെയും ഒഴുകുന്നു. ഈ രീതിയിൽ ബ്രിഡ്ജ് റെക്ടിഫയർ AC ഇൻപുട്ട് വോൾട്ടേജിനെ പൾസേറ്റിംഗ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് ആക്കി മാറ്റുന്നു. എന്നാൽ അതൊരു പൾസേറ്റിംഗ് DC ആണ്. ഒരു സ്റ്റെബിലൈസ്ഡ് DC ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് റെക്ടിഫയർ സർക്യൂട്ടുകളിൽ ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നു. നമുക്ക് ഇപ്പോൾ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിച്ച് വേവ് ഷേപ്സ് പരിശോധിക്കാം. ആദ്യം ബ്രെഡ് ബോർഡിൽ സ്കീമാറ്റിക് ഡയഗ്രാം അനുസരിച്ച് ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിക്കുക. സപ്ലൈ ഓൺ ചെയ്യുകയും ടേബിൾ 1ലെ വോൾട്ട് മീറ്റർ V1 റീഡിംഗിൽ നിന്ന് AC ഇൻപുട്ട് വോൾട്ടേജ് VS/RMS രേഖപ്പെടുത്തുകയും ഫോർമുല VDC is equal to 0.9 VS/RMS ഉപയോഗിച്ച് ഔട്ട്പുട്ട് VDC കണക്കാക്കുകയും ചെയ്യുക. വോൾട്ട് മീറ്റർ V2 ഉപയോഗിച്ച് ലോഡ് റെസിസ്റ്റൻസ് RLൽ ഉടനീളം DC ഔട്ട്പുട്ട് VDC അളക്കുക. VDC കണക്കാക്കിയതും VDC അളന്നതും തമ്മിലുള്ള വ്യത്യാസം രേഖപ്പെടുത്തുക. VSന്റെ പീക്ക് വാല്യൂ, VSന്റെ ഫ്രീക്വൻസി, പൾസേറ്റിംഗ് VDCയുടെ പീക്ക് വാല്യൂ എന്നിവ അളക്കുകയും വീഡിയോ ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്നത് പോലെ CROയിൽ നിന്നുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജുകളുടെ വേവ് ഫോംസ് രേഖപ്പെടുത്തുകയും ചെയ്യുക. CROയിലെ മൂല്യങ്ങൾ അളക്കുന്നതിന്റെ ഡെമോൺസ്ട്രേഷൻ ഇതാ. ഒരു ഫിൽറ്റർ ഇല്ലാതെ ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിച്ച് ഇൻപുട്ട് സപ്ലൈ കൊടുത്തതിനു ശേഷം CRO ഔട്ട്പുട്ട് ഡിസ്പ്ലേയിൽ നിന്നുള്ള ഔട്ട്പുട്ട് വേവ് ഫോംസിൽ ഇനി പറയുന്ന നിരീക്ഷണങ്ങൾ നടത്തുക. ഇൻപുട്ട് AC വോൾട്ടേജിന്റെ RMS മൂല്യം 12 വോൾട്ട് ആയിരുന്നു. അപ്പോൾ കണക്കാക്കിയ DC ഔട്ട്പുട്ട് വോൾട്ടേജ് 10.8 വോൾട്ട് ആയിരുന്നു. അളന്ന DC ഔട്ട്പുട്ട് വോൾട്ടേജ് 10.6 വോൾട്ട് ആയിരുന്നു. ഇത് 0.2 വോൾട്ടിന്റെ വ്യത്യാസത്തിന് കാരണമായി. DC ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ 14.9 വോൾട്ട് ആയിരുന്നു. ഇൻപുട്ട് AC വോൾട്ടേജിന്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആയിരുന്നു. പൾസേറ്റിംഗ് DC ഔട്ട്പുട്ട് വോൾട്ടേജിന് 14.9 വോൾട്ടിന്റെ പീക്ക് വാല്യൂവും 100 ഹെർട്സ് ഫ്രീക്വൻസിയും ഉണ്ടായിരുന്നു. ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസി
ഇനി പറയുന്ന രീതിയിൽ കണക്കാക്കുന്നു. എഫ് ഔട്ട് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ഇൻ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 50 ഹെർട്സ് ഇസ് ഈക്വൽ ടു 100 ഹെർട്സ്. ഈ നിരീക്ഷണങ്ങളിൽ നിന്ന് ഒരു ഫിൽറ്റർ ഇല്ലാതെ ബ്രിഡ്ജ് റെക്ടിഫയർ ഒരു പൾസേറ്റിംഗ് DC ഔട്ട്പുട്ട് വേവ് ഫോം ഉണ്ടാക്കിയതായി നിഗമനം ചെയ്യാം. ഇനി നമുക്ക് RC ഫിൽറ്റർ ഉപയോഗിച്ച് ബ്രിഡ്ജ് റെക്ടിഫയറുകളിലെ റിപ്പിൾ അളവും റിപ്പിൾ ഫാക്ടേഴ്സും അളക്കാം. പരീക്ഷണത്തിലേക്ക് പോകുന്നതിന് മുൻപ് RC ഫിൽറ്ററുള്ള ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ പ്രവർത്തനം മനസ്സിലാക്കാം. മുമ്പ് ചർച്ച ചെയ്തതുപോലെ ഫിൽറ്റർ ഇല്ലാതെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൽ സർക്യൂട്ട് സമാനമായി പ്രവർത്തിക്കുന്നു. എന്നിരുന്നാലും ലോഡിന് സമാന്തരമായി ഒരു കപ്പാസിറ്റർ ചേർക്കുന്നത് ലോഡിനുടനീളം സ്ഥിരമായ വോൾട്ടേജ് നിലനിർത്തുന്നത് ഉറപ്പാക്കുന്നു. ഇത് ഏതാണ്ട് സ്ഥിരമായ DC ഔട്ട്പുട്ട് വോൾട്ടേജിന് കാരണമാകുന്നു. നമുക്ക് ഇപ്പോൾ RC ഫിൽറ്റർ ഉപയോഗിച്ച് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിക്കാം. റിപ്പിൾ ഫാക്ടർ അളക്കാം. ആദ്യം ബ്രെഡ് ബോർഡിലെ സ്കീമാറ്റിക് ഡയഗ്രാം അനുസരിച്ച് ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിക്കുക. സർക്യൂട്ട് ഓൺ ആക്കി ടേബിൾ 1-ൽ AC ഇൻപുട്ട് VSRMS രേഖപ്പെടുത്തുക. VDC ഇസ് ഈക്വൽ ടു 0.9 VSRMS ഫോർമുല ഉപയോഗിച്ച് ഔട്ട്പുട്ട് VDC കണക്കാക്കുക. RL-ൽ ഉടനീളം DC ഔട്ട്പുട്ട് VDC അളക്കുക. VDC കണക്കാക്കിയതും VDC അളന്നതും തമ്മിലുള്ള വ്യത്യാസം രേഖപ്പെടുത്തുക. വീഡിയോ ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്നത് പോലെ VSന്റെ പീക്ക് വാല്യൂ, VSന്റെ ഫ്രീക്വൻസി, പൾസേറ്റിംഗ് VSന്റെ പീക്ക് വാല്യൂ, CROയിൽ നിന്നുള്ള ഇൻപുട്ട്, ഔട്ട്പുട്ട് വോൾട്ടേജുകൾ എന്നിവയും അളക്കുക. ഒരു ഫിൽറ്റർ ഉപയോഗിച്ച് ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിച്ച് വൈദ്യുതി വിതരണം പ്രയോഗിച്ചതിന് ശേഷം ഇനി പറയുന്ന നിരീക്ഷണങ്ങളാണ് നടത്തിയത്. സപ്ലൈ വോൾട്ടേജ് VSRMSന്റെ റൂട്ട് മീൻ സ്ക്വയർ RMS മൂല്യം 12 വോൾട്ട് ആയിരുന്നു. അതേസമയം കണക്കാക്കിയതും അളന്നതുമായ DC വോൾട്ടേജുകൾ VDC 10.8 വോൾട്ട് ആയിരുന്നു. ഇത് 0 വോൾട്ടിന്റെ വ്യത്യാസത്തിന് കാരണമായി. VSന്റെ പീക്ക് വാല്യൂ 15.2 വോൾട്ട് ആയിരുന്നു. ഇൻപുട്ട് വോൾട്ടേജിന്റെ VS ഫ്രീക്വൻസി 50 ഹെർട്സ് ആയിരുന്നു. VDCയുടെ പീക്ക് വാല്യൂവും 15.2 വോൾട്ട് ആകുന്നു. റിപ്പിൾ ഫാക്ടർ ഇസ് ഈക്വൽ ടു AC റിപ്പിൾ വോൾട്ടേജ് ബൈ DC വോൾട്ടേജ് എന്ന ഫോർമുല ഉപയോഗിച്ച് റിപ്പിൾ ഫാക്ടർ കണക്കാക്കി അത് ടേബിൾ 2-ൽ പൂരിപ്പിക്കുക. ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ RC ഫിൽറ്റർ സർക്യൂട്ടുകൾ കൂടാതെയുള്ള ഇൻപുട്ട് AC, ഔട്ട്പുട്ട് DC എന്നിവയുടെ മൂല്യങ്ങൾ ടേബിൾ 2-ൽ നിന്ന് നിരീക്ഷിക്കാവുന്നതാണ്. RC ഫിൽറ്റർ ഇല്ലാത്ത ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 0.4669 ആണ്. RC ഫിൽറ്റർ ഉള്ളത് 0.4356 ആണ്. കപ്പാസിറ്റർ ഉപയോഗിച്ചും അല്ലാതെയും ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വേവ് ഫോംസ് താരതമ്യം ചെയ്യുക. സമയദൈർഘ്യം 0 to 0.01 റെക്ടിഫയറിന്റെ പോസിറ്റീവ് ഔട്ട്പുട്ട് സപ്ലൈയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെന്ന് നമുക്ക് നിരീക്ഷിക്കാം. സമയദൈർഘ്യം 0.01 to 0.02 റെക്ടിഫയർ ഔട്ട്പുട്ട് സപ്ലൈയുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പോസിറ്റീവ് വശത്തേക്ക് മാറ്റുന്നു. ഈ താരതമ്യത്തെ അടിസ്ഥാനമാക്കി ഈ വാല്യൂസ് സൂചിപ്പിക്കുന്നത് ഫിൽറ്റർ ഉള്ള ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഉപയോഗം ഔട്ട്പുട്ടിലെ റിപ്പിൾസിനെ കുറയ്ക്കുകയും ഔട്ട്പുട്ട് DC വോൾട്ടേജ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ചില ഉദാഹരണങ്ങൾ: ലാപ്ടോപ്പും മൊബൈൽ ചാർജറുകളും AC വോൾട്ടേജ് DCയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിക്കുന്നു. ഈ ഉപകരണത്തിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് DC വോൾട്ടേജ് ആവശ്യമാണ്. അതിനാൽ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രവർത്തനത്തിൽ ബ്രിഡ്ജ് റെക്ടിഫയർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ചുരുക്കത്തിൽ ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിക്കുകയും ഔട്ട്പുട്ട് വേവ് ഫോം പരിശോധിക്കുകയും ചെയ്യുന്നത്, RC ഫിൽറ്റർ ഉപയോഗിച്ചും അല്ലാതെയും വേവ് ഷേപ്പ് ടെസ്റ്റ് ചെയ്യുകയും റിപ്പിൾ ഫാക്ടർ കണക്കാക്കുകയും ചെയ്യുന്നത്. വരാനിരിക്കുന്ന സെഷനുകളിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയ്ക്ക് ഈ ആശയങ്ങൾ ഒരു അടിത്തറയായിരിക്കും. ഈ സെഷനിലെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പങ്കാളിത്തത്തിനും നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.